ഒരുപാട് കോളേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ കോളേജിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എപ്പോഴും ഇവന്റ്സ് പ്രോഗ്രാംസ് ഒക്കെ നിങ്ങളുടെ കോളേജിൽ മാത്രം നടത്താനുള്ള കാര്യം എന്താ? നമ്മുടെ ഒരു എഡ്യൂക്കേഷണൽ അപ്രോച്ച് തന്നെ വ്യത്യാസമാണ്. കാരണം പഠിക്കാനോ അല്ല അറിവ് നേടാനോ ഇന്ന് ആരും ക്യാമ്പസിൽ വരേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ക്ലാസ് റൂമിൽ കിട്ടുന്ന ടീച്ചർമാരെയൊക്കെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന ടെക്നോളജി നമ്മുടെ ഫിംഗർ ടിപ്സിൽ തന്നെയുണ്ട്. പിന്നെ എന്തിനാണ് ക്യാമ്പസിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ എക്സ്പോഷറിനും എക്സ്പീരിയൻസിനും അതുപോലുള്ള കാര്യങ്ങൾ കൂടുതൽ ആളുകളെ കാണാനും കൂടുതൽ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുമാണ്. അപ്പോൾ ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിൻ്റെ ബേസ് ചെയ്താണ് നമ്മുടെ കരിക്കുലവും നമ്മുടെ പെഡഗോഗിയും നമ്മുടെ അപ്രോച്ചും സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓരോ ഇവൻറ്റിൽ നിന്നും ഓരോ ടേക്ക് അവേസ് കുട്ടികൾക്കുണ്ട്. വെറുതെ ഒരു ഇവൻറ്റ് ചെയ്യുന്ന ഒരു ഫൺ മാത്രമല്ല, അതിൽ നല്ല ഒത്തിരി പഠിക്കാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ അറിയാനുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ വ്യത്യാസം തന്നെ ബാക്കിയുള്ള ക്യാമ്പസുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ നമ്മുടെ കുട്ടികളോട് ചോദിച്ചറിയാം അവരെങ്ങനെയാണ് ഇത് എന്നാ പറയുക, ഫാൾ ഇൻ ലവ് വിത്ത് ലേണിംഗ് എന്ന് പറയും. അപ്പോൾ പഠിക്കുന്നതിന് ഒരു ഇഷ്ടപ്പെട്ട് പഠിക്കുക അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുക, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് നമ്മൾ യുണീക്കായിട്ട് നമ്മളെപ്പോഴും പറയും യുണീക്ക് ജെയിൻ എക്സ്പീരിയൻസ് എന്ന്. ഇപ്പോൾ നമ്മുടെ ഒരു സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസം. അതിപ്പം കേരളത്തിലല്ല ഇങ്ങനെ ഒരു സമ്മിറ്റ് ഒരു ഇവൻറ്റ് കേരളത്തിൽ നടന്നിട്ടില്ല. അതുപോലെ ഒരു യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ ഒരിടത്ത് പോലും നടന്നിട്ടില്ല. അങ്ങനെയുള്ള വ്യത്യസ്തമായ ആശയങ്ങളുമായിട്ട് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ കുട്ടികളിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ്.